ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു നാടനായിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാം. നെയ്യപ്പം. എല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവൂല നെയ്യപ്പം. അപ്പം നമുക്ക് ഇന്ന് ഞാൻ എങ്ങനെയാണ് ഇവിടെ നെയ്യപ്പം ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഞാൻ 2 കപ്പ് പച്ചരിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. 2 കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് 250 ml കപ്പിന് 2 കപ്പ്. അത് ഞാനൊരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കഴുകി വാരി വെച്ചതാണ്. പിന്നെ 300 ഗ്രാം വെല്ലമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ എള്ളാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകിയിട്ട് അതിനകത്ത് കല്ലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് അരിച്ചെടുത്ത് വെച്ചതാണ്. 1 ടീസ്പൂൺ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത്, 1 നുള്ള ബേക്കിംഗ് സോഡ, 1 നുള്ള ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഞാനിവിടെ 350 ml വെള്ളമാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിരുന്ന 300 ഗ്രാം വെള്ളം ഞാൻ ഒരു 350 ml വെള്ളം ഒഴിച്ച് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല ഉരുകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഞാൻ നമ്മുടെ വെള്ളവും കൂടെ ഉരുക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം 500 ml അടുത്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ അരിയും ബാക്കി സാധനങ്ങളും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് അടിച്ചെടുക്കാൻ പോകുന്നത്. അത് ഞാൻ മിക്സിയിലേക്ക് എല്ലാം കൂടെ ഇടാൻ പോകാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അരി അരച്ചെടുക്കാം. അരി അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവലോസ് പൊടിയുടെ തരിയുടെ പാകത്തിനാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഒത്തിരി അരഞ്ഞു പോകരുത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അരിക്ക് പകരം അരിപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. തരിയുള്ള അരിപ്പൊടിയാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് എന്തൊക്കെയാണ് ഇടുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു പഴം ഞെരടി ഇട്ടിട്ടുണ്ട് അടിയാൻ എളുപ്പത്തിനാട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 നുള്ള ഉപ്പ്, 1 നുള്ള ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ അപ്പക്കാരാണ്. പിന്നെ നമ്മളിപ്പോൾ ഉരുക്കി വെച്ചിരിക്കുന്ന വെള്ളമില്ലേ അത്. മുഴുവൻ ഞാൻ ഒഴിച്ചിട്ടില്ല, ഞാൻ കുറച്ചൊന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. നമ്മുടെ അരി ഇപ്പം ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ വെള്ളം ഉരുക്കി വെച്ചതിൻ്റെ ഒരു പകുതിയോളം എടുത്ത് യൂസ് ചെയ്തു. ഇനി ഞാൻ അതിൻ്റെ തരീൻ്റെ പരുവം കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് തരീൻ്റെ പരുവം. മുഴുവനായിട്ട് അരഞ്ഞിട്ടില്ല, നന്നായിട്ട് ആ തരി നന്നായിട്ട് അവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മൈദ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എടുത്തു വെച്ച മൈദ മുഴുവൻ ഇട്ട് കൊടുക്കാം. ഇനി നല്ല കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക. ഈ കുഴയ്ക്കുമ്പോൾ നമ്മൾ വെള്ളമല്ല യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ ഉരുക്കി വെച്ചതില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക, മുഴുവൻ ഒഴിക്കേണ്ട. വെള്ളം കൂടി പോകരുതല്ലോ. ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട്. വെള്ളം മുഴുവൻ ഉപയോഗിച്ചില്ല. ഒരു 150 ml വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വെള്ളത്തിന്റെ പാകം കറക്റ്റായി. കണ്ടോ, ഇതാണ് അതിന്റെ പാകം. ഇതിൽ കൂടുതൽ നമ്മൾ വെള്ളം ഉരുക്കി വെച്ച് മുഴുവൻ ഒഴിച്ചാൽ ചിലപ്പോൾ അത് കൂടി പോകും വെള്ളത്തിന്റെ അളവ്. കാരണം ഞാൻ മുഴുവൻ ഒഴിച്ചില്ല. പക്ഷെ അപ്പോൾ മധുരത്തിന് കുറവ് വന്നു. അപ്പം ഞാൻ ചെയ്യണ അതിൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മധുരത്തിന് ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ ഏലക്കായും ജീരകവും പൊടിച്ചത് എള്ളും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ വെള്ളം ഉരുക്കിയത് ഒഴിക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. ചെറു ചൂടോടെ വേണം അരയ്ക്കാനും ഇതിൻ്റെ അകത്ത് കലക്കാൻ വേണ്ടി ഒഴിക്കാനും എടുക്കേണ്ടത് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ നെയ്യപ്പത്തിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു അരമണിക്കൂറോളം പുളിപ്പിക്കാൻ വെക്കാം. ഒരിക്കലും അരമണിക്കൂറിന് കൂടി പോകരുത്. ചുട്ടെടുക്കുമ്പോൾ നേരെ ആവില്ല. കറക്റ്റ് അരമണിക്കൂർ മാത്രം മതി കേട്ടോ. ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 1 സ്പൂണ് മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കുഴിത്തവിയാണ് ഞാൻ എടുത്തത്. അതിനൊരു 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ചൂടിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. നല്ല തിളച്ച എണ്ണയിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് സിമ്മിലാക്കി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് ഉള്ളു വേവാനുള്ളത് കാരണം ഒത്തിരി തീയിൽ വെക്കരുത്. ഇനി നമ്മൾ ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് മറിച്ചിടുന്നത്. നമ്മുടെ മാവിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ദോശേന്റെ ഒന്നും പരുവത്തിൽ മാവാകരുത്. അതിനേക്കാളും കട്ടി ഉണ്ടാവണം മാവിന് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു വലിപ്പത്തിനാണ് എടുത്തേക്കുന്നത്, മീഡിയം സൈസിന്. ഒത്തിരി വലിപ്പാക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ള് ചേർത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ മറ്റേ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്ത് ഇടുമ്പോഴത്തേക്കും തേങ്ങ ഒന്ന് വറുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്, സൈഡൊക്കെ നല്ല ക്രിസ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്ത ദിവസം ഞാൻ പുതിയ പലഹാരമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.